എന്നാൽ തുടങ്ങാം. പുള്ളി എന്നെ വഴക്ക് പറഞ്ഞില്ല, എന്നെ തല്ലിയില്ല, പുള്ളി ഒന്നും പറഞ്ഞില്ല. പുള്ളി അതിന് പകരം ഇങ്ങനൊരു ചിരി ഇരിച്ചിട്ട് പുള്ളി അങ്ങ് പോയി. എന്താ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു വളർച്ചയൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നുമില്ല. ഒരു വശത്ത് കറുത്ത നിറം, മറ്റേ വശത്ത് വെളുത്ത നിറം. ഞാൻ വിചാരിക്കുന്നു ഇത് എന്ത് സാധനമായത്? അപ്പൻ അടിക്കേണ്ടതും അമ്മ അടിക്കേണ്ടതും നാട്ടുകാർക്ക് വേണ്ടി എല്ലാം എന്നെ അടിച്ചിരുന്നത് അമ്മയാണ്. അതുപോലെ എൻ്റെ അപ്പനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പുള്ളി ഇരുന്ന് കയ്യിൽ വിലങ്ങ് കിട്ടി ഇങ്ങനെ ഇരുന്ന് കാറുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കേണ്ട വന്നേനെ. അപ്പം ഇത് തന്നെ എൻ്റെ ഇര എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് അയക്കണം. എന്നാൽ തുടങ്ങാം. എന്തൊരു കോയിൻസിഡൻസ് ആണ്. ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഈ പാർക്കിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോൾ ഞാൻ കാണുകയാണ് ഒരമ്മയും 2 മക്കളും, 2 ചെറിയ പിള്ളേരാണ്. അപ്പോൾ അമ്മ ഈ 2 പേരെ ഇട്ട് കളിപ്പിക്കുന്നു. അതിനിടയ്ക്ക് ചെറിയ പെങ്കൊച്ച് ഒരു വശത്തേക്ക് ഓടിപ്പോകുന്നു, അമ്മ അതിൻ്റെ പുറകെ കളിപ്പിച്ചുകൊണ്ട് ഓടിപ്പോകുന്നു. അതേ സമയത്ത് ഓപ്പോസിറ്റ് വശത്ത് ചെറുക്കൻ കൊച്ച് ഞാൻ സമ്മർസോൾട്ട് അടിച്ച് കാണിക്കാമെന്നും പറഞ്ഞിട്ട് അവൻ സമ്മർസോൾട്ട് അടിക്കുന്നു. വലത്ത് വശത്തേക്ക് ഓടിപ്പോയ പെങ്കൊച്ച് നിലത്തേക്ക് വീഴുന്നു, അവിടെ കിടന്ന് കരയുന്നു. ഇടത്ത് വശത്ത് സമ്മർസോൾട്ട് അടിച്ച ചെറുക്കൻ അവിടെ വീഴുന്നു, അവൻ അവിടെ കിടന്ന് കരയുന്നു. രണ്ടിൻ്റെ നടുക്ക് അമ്മ എങ്ങോട്ട് പോകണമെന്നറിയാതെ വാ വിളിച്ച് നിൽക്കുന്നു. ചെറുപ്പത്തിലെ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഞാൻ. ചെറുപ്പത്തിലെ കാര്യം പറയാൻ വരുമ്പോൾ കൊച്ചു പിള്ളേരുടെ കരച്ചിൽ കേൾക്കുന്നത് ചോര കാണുമ്പോൾ ഐശ്വര്യമായി എന്ന് പറയുന്ന പോലെ ഇത് ഐശ്വര്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, എനിവേ നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോവാം. ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, എനിക്ക് മക്കളും ഇല്ല. പക്ഷേ പിള്ളേരുണ്ടെങ്കിൽ അവരെ അനാവശ്യമായിട്ട് തല്ലാൻ പാടില്ല എന്നുള്ള കാര്യം അറിയുന്ന ആളാണ് ഞാൻ. അത് അറിയുന്ന ആളായിട്ട് കൂടെ ഈ സംഭവം ഇനി എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ അറിയാതെ ഒരു അടി കൊടുത്തു പോകും. അതുപോലത്തെ ഞാൻ ചെറുപ്പത്തിൽ കാണിച്ചിട്ടുള്ള ഒരു തോന്നിവാസത്തിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത്. ഞായറാഴ്ചകളിൽ ഞാൻ കുറച്ച് താമസിച്ചാണ് എണീക്കാറുള്ളൂ. കാര്യം രാവിലെ തന്നെ വീട്ടുകാർ എണീറ്റ് അമ്മയും അപ്പനും അനിയത്തിയും എല്ലാം കൂടെ പള്ളിയിലേക്ക് പൊക്കോളും രാവിലെ ആദ്യത്തെ കുർബാനയ്ക്ക്. അതിന് ശേഷമുള്ള രണ്ടാമത്തെ കുർബാനയ്ക്ക് ഞാൻ പോയാൽ മതി, 10 മണിയാകുമ്പോൾ പോയാൽ മതി. കാരണം അതിന് ശേഷം സൺഡേ സ്കൂളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം രാവിലെ ഞാൻ കിടന്നുറങ്ങുന്ന സമയത്ത് അവർ പോയി. അന്നത്തെ ദിവസം ഞാൻ പക്ഷേ എണീറ്റ് ഒരു പ്രത്യേക കാരണം കൊണ്ടാണ് എണീറ്റത്. പക്ഷേ എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പതുക്കെ അതിലേക്കൂടെ ഒന്ന് പരതിയപ്പോൾ ഞാനൊരു സാധനം കണ്ടു. അപ്പൻ്റെ മൊബൈൽ അതവിടെ വെച്ചിട്ടാണ് പോയത്. മൊബൈൽ ഫോണൊക്കെ വന്നിരിക്കുന്ന കാലമാണ്. പുള്ളിക്ക് അന്നൊരു നോക്കിയയുടെയോ റിലയൻസിൻ്റെയോ എങ്ങാണ്ടൊരു ഫോണുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അതിനകത്ത് കയറി ഒന്ന് പണിയാൻ വേണ്ടി മനസ്സങ്ങോട്ട് വെമ്പാൻ തുടങ്ങി. എനിക്ക് ഈ ADHD ട്രെയ്റ്റ്സ് ഉള്ള ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യണം, അതെന്താണ് അതിൻ്റെ ഉള്ളിൽ എന്നറിയണമെന്നുള്ള വല്ലാത്ത ത്വരയാണ്. അപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെറുപ്പത്തിലൊക്കെ ഈ വീട്ടുകാർ കളിപ്പാട്ടമൊക്കെ മേടിച്ച് തരികയല്ലേ. അപ്പോൾ എനിക്ക് ഈ കാറൊക്കെ മേടിച്ച് തരും. ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുന്ന കാറൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം മേടിച്ച് തരും. ഞാൻ ഇതെല്ലാം മേടിച്ച് 2 ഓടിയെല്ലാം ഓടിച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നും ഇതെങ്ങനെ ഓടുന്നു, അതെനിക്കറിയണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ നേരെ അതങ്ങ് വലിച്ച് പൊളിച്ച് അകത്ത് നോക്കും. അപ്പോൾ നോക്കുമ്പോൾ അകത്ത് മോട്ടറൊക്കെ ഉണ്ട്. മോട്ടറൊന്നും മനസ്സിലാകുകയില്ലെങ്കിൽ കൂടെ എന്തോ കറങ്ങുന്നു. ഇത് കറങ്ങുമ്പോഴാണ് അത് പോകുന്നത്. ഓക്കെ ശരി എല്ലാം മനസ്സിലായി. ഇനി ഇത് തിരിച്ചു വെച്ചേക്കാമെന്ന് വെച്ചാൽ അത് നടക്കില്ല. കുറേ പരീക്ഷിച്ച് നോക്കും. പിന്നെ അവസാനം നമ്മുടെ K&K ഓട്ടോമൊബൈൽസ് മനോഹരം പറയുന്ന പോലെ ഞാൻ പണി അറിയാവുന്ന ഏതെങ്കിലും വർക്ക്ഷോപ്പിലെ പണിക്കാരനെ വിളിച്ചോണ്ട് വന്ന് സെറ്റ് ചെയ്ത് തരാമെന്ന് പറയുന്ന പോലെ ഞാൻ വീട്ടുകാരോട് പറയും ഞാൻ ആരെക്കൊണ്ടെങ്കിലും ഇത് ഫിക്സ് ചെയ്യിപ്പിച്ച് തരാം. എവിടെ അതിനുള്ള അടിയും മേടിച്ച് ഞാൻ പോകും. ഇതേപോലെ എന്ത് ചെറിയ കാര്യമാണേലും അതിനകത്ത് മൊത്തം എന്തുണ്ടെന്ന് അറിയണം. അങ്ങനെ ഞാൻ നോട്ട വിട്ട് വെച്ചിരുന്ന സാധനമാണ് ഈ മൊബൈൽ. അപ്പോൾ ഇതെടുത്തു, പാമ്പ് ആപ്പിൾ തിന്നുന്ന പരിപാടിയൊക്കെ ആയി. പാമ്പിനെ കുറേ ആപ്പിളൊക്കെ തീറ്റിച്ചു. പക്ഷേ ബോറടിച്ചു. കുറച്ച് നേരം കഴിഞ്ഞാൽ ബോറടിച്ചു. എന്തെങ്കിലും ചെയ്യണം, ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയണം. സോ ബേസിക്കലി ഫോൺ വിളിക്കാനും മെസ്സേജ് ചെയ്യാനും ഒക്കെയാണ് ഫോൺ വിളിച്ചാലോ എന്നാലോചിച്ചു. പക്ഷേ ഫോൺ വിളിക്കാനുള്ള ധൈര്യമില്ല. ആരെ വിളിക്കാൻ, എനിക്കൊരു മനുഷ്യനോട് സംസാരിക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ പിന്നെ ആരെയും വിളിക്കാൻ പറ്റുകയില്ല. മാത്രമല്ല എൻ്റെ ഈ ചെറുപ്പപ്രായത്തിലുള്ള ഒരു മനുഷ്യൻ്റെ കയ്യിൽ ഫോണില്ല. പിന്നെ ഞാൻ ആരെ വിളിക്കാനാണ്? അതുകൊണ്ട് ഫോൺ വിളി എന്ന് പറയുന്ന ഐഡിയ കട്ട് ചെയ്തു. ഇനി അടുത്തത് മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അതാലോചിച്ചപ്പോൾ കൊള്ളാം. അപ്പോൾ എൻ്റെ ഒരു വിചാരമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ വിളിക്കുമ്പോൾ ഉടനെ അപ്പുറത്തെ ആൾ എടുക്കുമല്ലോ. അതേപോലെ തന്നെ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് റിപ്ലൈ വരും. ചില സിനിമകളിലൊക്കെ കാണാം ഈ പേജർ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ആ പേജറിനകത്താണ് പ്രധാനപ്പെട്ട മെസ്സേജുകളൊക്കെ വരുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ വില്ലന്മാർ ഞെട്ടും. ചിലപ്പോൾ നായകനുള്ള മെസ്സേജ് ഡെലിവറി ചെയ്യുന്ന അതിൻ്റെ അകത്തായിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള സീൻസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒരു മെസ്സേജ് അങ്ങ് അയച്ച് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് റിപ്ലൈ മേടിക്കാൻ തീരുമാനിച്ചു. സോ അങ്ങനെ ഞാൻ ആദ്യം തന്നെ എടുത്ത് നോക്കി. അപ്പോൾ ചില ലാൻഡ് ലൈൻ നമ്പറൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കാനുള്ള ബോധമുണ്ട് ചെറുപ്പമാണേലും. ഇതിൻ്റെ അകത്ത് മെസ്സേജ് അയച്ചാൽ കിട്ടില്ല, വെറുതെ ഡെലിവർ ആകില്ല എന്നുള്ളതുകൊണ്ട് അതെല്ലാം ഉപേക്ഷിച്ച് അവസാനം ഞാനൊരു മൊബൈൽ നമ്പർ കണ്ടു, ഉറപ്പിച്ചു ഇവൻ കൊള്ളാം, ഇവൻ അയക്കാം. പുള്ളി എറണാകുളംകാരനാണ്, എൻ്റെ അപ്പൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പം ഇത് തന്നെ എൻ്റെ ഇര എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ ആദ്യത്തെ മെസ്സേജ് അയക്കണം. അപ്പോൾ എന്തായിരിക്കും ഞാൻ അയച്ച മെസ്സേജ്? ഹായ്, ഹലോ, എന്തുണ്ട്, സുഖമാണോ,
ഇതൊക്കെ ആയിരിക്കുമോ അതോ ഇനി എന്താ ഇട്ടിരിക്കുന്നത് എന്ന് ചോദിക്കാനുള്ള ഒരു വളർച്ചയൊന്നും ആയിട്ടില്ലാത്തതുകൊണ്ട് അതൊന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞ ബേസിക് മെസ്സേജസ് ഒന്നുമല്ല ഞാൻ അയക്കുന്നത്. അല്ല, എനിക്ക് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഡയറക്റ്റ് ഞാൻ കാര്യത്തിലേക്ക് കിടക്കുകയാണ്. എനിക്കെന്താ വേണ്ടത്? എനിക്ക് റിപ്ലൈ കിട്ടണം. റിപ്ലൈ കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ റിപ്ലൈ തരാൻ തോന്നുന്ന മെസ്സേജ് ചെല്ലണം. ഞാൻ ആദ്യം അയക്കുന്ന മെസ്സേജ് ഇതാണ്: IWILLU. ഇതാണ് ഞാൻ അയക്കുന്ന മെസ്സേജ്. ഇപ്പോൾ എൻ്റെ വിചാരം ഞാൻ മെസ്സേജ് അയച്ച് അപ്പം തന്നെ റിപ്ലൈ വരുമെന്നാണല്ലോ. ഞാൻ 1 മിനിറ്റ് വെയിറ്റ് ചെയ്തു, 2, 3, 4, 5, 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തിട്ടും റിപ്ലൈ ഇല്ല. സോ എനിക്ക് ദേഷ്യം വന്നു. ഞാൻ വിചാരിച്ച് എന്താ ഇയാൾ റിപ്ലൈ തരാത്തത്, ഇവനെ അങ്ങനെ വിട്ടാൽ പറ്റുമല്ലോ, ഒരു മെസ്സേജും കൂടെ അയക്കാം. അടുത്ത മെസ്സേജ് എവിടെ നിന്നൊക്കെയോ കേട്ട ഏതൊക്കെയോ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു ഡയലോഗ് ഞാൻ അങ്ങോട്ട് അയച്ചു. ടുഡേ ഈസ് യുവർ ലാസ്റ്റ് സപ്പർ എന്നൊരൊറ്റ മെസ്സേജും കൂടെ ഞാൻ അങ്ങോട്ട് അയക്കുന്നു. അതിൻ്റെ റിപ്ലൈ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അതിനും റിപ്ലൈ വരുന്നില്ല. എനിക്കുള്ള കലിയും കൂടെ വന്നു. മനുഷ്യൻ ഇത്രയും നല്ല മെസ്സേജുകൾ അയച്ചിട്ട് അതിന് റിപ്ലൈ തരാൻ പോലും പറ്റുകയില്ലാത്ത ഇവനക്ക് എന്ത് മനുഷ്യനാണെന്ന് പറഞ്ഞ് ഞാൻ ഫോൺ അവിടെ ഇരുന്നു. ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പനും അമ്മയെല്ലാം തിരിച്ചു വരുന്നു. അവരവരുടെ വഴിക്ക് പോകുന്നു, ആ കാര്യങ്ങൾ നടത്തുന്നു. ഞാനങ്ങനെ എൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി കുറേ നേരം കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയി ഞാനിങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അപ്പം വന്നിട്ട് ചോദിച്ചു, നീ ഇന്ന് ഫോൺ എടുത്ത് ആർക്കെങ്കിലും മെസ്സേജ് അയച്ചായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറയണമെന്നുണ്ട്. അപ്പോഴത്തെ കാര്യം എനിക്ക് മനസ്സിലായി, എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലായി. പക്ഷേ പറയാൻ പറ്റുന്നില്ല, ഉണ്ടെന്നും ഇല്ലെന്നും പറയാൻ പറ്റുന്നില്ല. ഞാൻ ഉടനെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്നു. ഉടനെ പുള്ളിക്ക് മനസ്സിലായി. അയച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അയച്ചു എന്ന് പറഞ്ഞു. പുള്ളി എന്നെ വഴക്ക് പറഞ്ഞില്ല, എന്നെ തല്ലിയില്ല, പുള്ളി ഒന്നും പറഞ്ഞില്ല. പുള്ളി അതിന് പകരം ഇങ്ങനൊരു ചിരി ഇരിച്ചിട്ട് പുള്ളി അങ്ങ് പോയി. അപ്പോൾ എനിക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലായില്ല. ഇത് എന്ത് ചിരിയായത്? എന്താണെങ്കിലും തല്ലി കിട്ടിയില്ല, പ്രശ്നമൊന്നും ആയി കാണില്ല എന്ന് വിചാരിച്ച് ഞാൻ അടങ്ങിയിരിക്കുമ്പോൾ അന്ന് വൈകുന്നേരം പുള്ളിയുടെ ഏതൊക്കെ ഫ്രണ്ട്സ് വീട്ടിൽ വന്ന് അവരുടെ അടുത്ത് പുള്ളി ഈ സംഭവം നറേറ്റ് ചെയ്യുകയാണ്. അതായത് ഞാൻ മെസ്സേജ് അയച്ചത് പുള്ളിയുടെ ഒരു ഫ്രണ്ടിനാണ്, എറണാകുളത്തുള്ളൊരു ഫ്രണ്ടിനാണ്. ആ ഫ്രണ്ട് നോക്കുമ്പോൾ എൻ്റെ അപ്പൻ നമ്പറിൽ നിന്ന് വന്നിരിക്കുകയാണ്. എൻ്റെ അപ്പനുമായിട്ട് പുള്ളിക്ക് യാതൊരു ശത്രുതയില്ല. എൻ്റെ അപ്പൻ ആ രീതിയിലൊരു മെസ്സേജ് അയക്കാനുള്ള സാധ്യതയില്ല. അപ്പോൾ പിന്നെ ഈ ഫോൺ ആരെങ്കിലും അടിച്ചു മാറ്റിയതായിരിക്കും. എന്തെങ്കിലും എക്സ്ട്രീമിസ്റ്റ് ഗ്രൂപ്പിൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അവരാരെങ്കിലും വല്ല റാൻസമിന് വേണ്ടി അയക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ എൻ്റെ അപ്പനോടോ പുള്ളിയോടോ ശത്രുതയുള്ള ആരെങ്കിലും ചെയ്യുന്ന കാര്യമായിരിക്കാം. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനോ ഇതിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഏറ്റവും ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന് പറയുന്നത് പോലീസിൽ അറിയിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇത് പുള്ളി അവിടെ വീട്ടിലെല്ലാം സംസാരിച്ചതിന് ശേഷം അപ്പോൾ അവർ വന്നൊന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. 1-2 പ്രാവശ്യം ഈ നമ്പറിലേക്ക് വിളിച്ചു, എൻ്റെ അപ്പൻ നമ്പറിലേക്ക് പുള്ളി തിരിച്ചു വിളിച്ചു. അപ്പോഴൊന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല, ഞാൻ ഫോൺ എറിഞ്ഞിട്ട് പോയി, അതുകൊണ്ട് ഞാനത് കണ്ടില്ല. അവിടെ നിന്ന് വിളിച്ച് കിട്ടാതായപ്പോഴത്തേക്കും അവരുടെ വീട്ടുകാർ പറഞ്ഞു, ഇനിയൊന്നും നോക്കണ്ട, പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാൻ വേണ്ടി പോകുന്ന സമയത്താണ് എൻ്റെ അപ്പൻ പള്ളിയിൽ നിന്ന് തിരിച്ചു വരികയും ഫോണിൽ മിസ് കോൾ കാണുകയും ചെയ്ത് പുള്ളി വിളിക്കുമ്പോഴത്തേക്കും ഫ്രണ്ട് പറയുന്നു, ഇങ്ങനെയൊക്കെ മെസ്സേജ് വന്നല്ലോ. അപ്പം പറയുന്നത് അങ്ങനെ ഒരു സാധ്യതയില്ല, ഞാൻ ഫോൺ ഇവിടെ വെച്ചിട്ടാണ് പോയത്. ആദ്യം ചിലപ്പോൾ മെസ്സേജൊക്കെ മാറി വരുന്നതായിരിക്കും. പിന്നെ ഫോൺ കമ്പനികളെയും സർവീസ് പ്രൊവൈഡറെയൊക്കെ ഇവർ പരസ്പരം കുറ്റം പറയുകയാണ്. ഇവർക്കൊക്കെ ഒരു ഉത്തരവാദിത്വം ഉണ്ടോ? ഇവരൊക്കെ വല്ലവർക്കും അയക്കേണ്ട മെസ്സേജൊക്കെ ഇങ്ങോട്ട് മാറി വരുന്നതായിരിക്കും. ഇവനൊക്കെ എന്താണെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ BSNLിൻ്റെയൊക്കെ എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ അങ്ങ് പോയി. എനിക്കപ്പോഴും ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാകുന്നില്ല. ഞാനിങ്ങനെ ഇത് കേട്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ കഥ കേൾക്കുന്ന അപ്പൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നെ നോക്കി ചിരിക്കുന്നെല്ലാം ഉണ്ട്. ഈ സംഭവം അപ്പൻ അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. കാരണം അപ്പൻ അടിക്കേണ്ടതും അമ്മ അടിക്കേണ്ടതും നാട്ടുകാർക്ക് വേണ്ടി എല്ലാം എന്നെ അടിച്ചിരുന്നത് അമ്മയാണ്. അപ്പൻ എന്നെ ഒരിക്കലും അങ്ങനെ തല്ലിയിട്ടുള്ളതായിട്ടുള്ളതും എനിക്ക് ഓർമ്മയില്ല. എന്നാൽ വേറെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പിന്നെ നമുക്ക് പറയാം. കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഈ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലായത്. ഒരുപക്ഷെ പോലീസ് സ്റ്റേഷനിൽ അവർ പോയി പറഞ്ഞിരുന്നെങ്കിൽ, ഇതൊരു കേസായിരുന്നെങ്കിൽ, ഇതിൻ്റെ പേരിൽ അന്വേഷണം വന്നിരുന്നെങ്കിൽ, അക്കരെ സിനിമയ്ക്കകത്ത് ശ്രീനിവാസനെ പിടിച്ചോണ്ട് പോവുകയല്ലേ അമേരിക്കൻ പോലീസ്, ദാസാ എന്നെ പോലീസ് പിടിച്ചു ദാസാ എന്ന് പറഞ്ഞ് വണ്ടിക്കകത്ത് വിളിച്ച് കാറിക്കോട്ടിരിക്കുകയല്ലേ, അതുപോലെ എൻ്റെ അപ്പനെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പുള്ളി ഇരുന്ന് കയ്യിൽ വിലങ്ങ് കിട്ടി ഇങ്ങനെ ഇരുന്ന് കാറുന്നത് ഞാൻ കണ്ടുകൊണ്ടിരിക്കേണ്ട വന്നേനെ. കാരണം ഇത് പുള്ളിയുടെ പേരിലുള്ള സിമ്മാണ്, ഇത് പുള്ളി ചെയ്താന്നേ വരത്തുള്ളൂ. ആ സമയത്ത് എനിക്ക് മനസ്സിലായി പുള്ളി അന്ന് ഇങ്ങനൊരു ചിരി ചിരിച്ചതിൻ്റെ അർത്ഥം ഈ ചെറുക്കൻ, ഈ ചെറുക്കനെ കൊണ്ട് എന്നുള്ള ചിരിയാണ് പുള്ളി ചിരിച്ചതെന്നുള്ളത് എനിക്ക് അപ്പോൾ മനസ്സിലായി. വരാനുള്ള കാര്യം നമുക്ക് തടയാൻ പറ്റില്ല എന്നൊക്കെ ചിലവർ പറയുന്നത് കേൾക്കാം. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. എന്നിരുന്നാൽ പോലും അതിന് സമാനമായ ഒരു കാര്യം അന്ന് സംഭവിച്ചു. അന്ന് എനിക്ക് കൃത്യമായിട്ട് എണ്ണത്തിൽ കൂടുതൽ അടി കിട്ടുകയും ചെയ്തു അമ്മയുടെ വക. പുള്ളിക്കാരി ഈ സംഭവം അറിഞ്ഞില്ലെങ്കിൽ കൂടെ. കാരണം
ഒരു ദിവസം പോലും ഞായറാഴ്ച രാവിലെ എണീക്കാത്ത ഞാൻ അന്ന് ഞായറാഴ്ച രാവിലെ എണീക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു. അങ്ങനെ ആ കാരണത്തിൻ്റെ പേരിൽ ഞാൻ എണീറ്റിട്ടാണ് തീവ്രവാദ പരിപാടികളൊക്കെ ഞാൻ നടത്തിയത്. അതെനിക്ക് ഓർമ്മ വന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, അന്ന് വൈകുന്നേരം ആയപ്പോഴത്തേക്കും അമ്മ എൻ്റെ അടുത്ത് ഒരു പ്ലേറ്റ് കൊണ്ടുവന്ന് അങ്ങോട്ട് നീട്ടി. ഞാൻ നോക്കുമ്പോൾ പ്ലേറ്റിനകത്ത് ഒരു 5 നെയ്യപ്പം. എനിക്ക് സന്തോഷം കൊണ്ട് അങ്ങോട്ട് ഇരിക്കാൻ പറ്റുന്നില്ല. കാരണം ഇതുപോലെ എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരെണ്ണമൊക്കെ വെച്ചാണ് തരുന്നത്. നീ ഇപ്പോൾ ഇത് കഴിക്ക്, നിനക്കിത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിയുമ്പോൾ തരാം, അല്ലാതെ ഒന്നിച്ചതെല്ലാം കൂടെ വാരി തിന്നണ്ട എന്നിങ്ങനെ എപ്പോഴും പറയും. അങ്ങനെ പറയുന്ന എൻ്റെ മുമ്പിലേക്ക് 5 നെയ്യപ്പം കൊണ്ടുവന്ന് വെച്ചിരുന്നു. ഞാൻ എൻ്റെ മനസ്സിൽ ആ BGM ഒക്കെ ഇട്ട് കണ്ണൊക്കെ ഓൾമോസ്റ്റ് നിറയാൻ നിൽക്കുകയാണ്. മാതൃത്വത്തിൻ്റെ നിറകുടമേ എന്നൊക്കെ ഞാൻ എൻ്റെ അമ്മയെ ഇങ്ങനെ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ ആ സന്തോഷമെല്ലാം കൂടെ വെച്ചിട്ട് ഞാൻ പതുക്കെ ഒരു നെയ്യപ്പം എടുക്കുന്നു. കടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് നെയ്യപ്പം ഒന്നുമല്ല, എന്നിട്ട് കരിയപ്പം പോലെ ഇരിക്കുന്നു, എന്തോ വല്ലാതെ കരിഞ്ഞൊരു ഒരു ടേസ്റ്റ് പോലെ. അപ്പം ഞാനിങ്ങനെ വെച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരു വശത്ത് കറുത്ത നിറം, മറ്റേ വശത്ത് വെളുത്ത നിറം. ഞാൻ വിചാരിക്കുന്നു ഇത് എന്ത് സാധനമായത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി ചോദിച്ചു, രാവിലെ മോനെ ഞാൻ എന്തിനാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ഓർക്കുന്നുണ്ട്. എന്തിനാണ് വിളിച്ചെഴുന്നേൽപ്പിച്ചത്? പുള്ളിക്കാരി വിളിച്ചെഴുന്നേൽപ്പിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡലിയാണ്. അപ്പോൾ പുള്ളിക്കാരി എന്നെ എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, എടാ അടുപ്പയിൽ ഇഡലി ഇരിപ്പുണ്ട്, 10 മിനിറ്റ് കഴിയുമ്പോൾ നീ ആ തീ ഒന്ന് ഓഫ് ചെയ്തേക്കണം, ഇത്രയും മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്തിരുന്നു. 9 മിനിറ്റ് 9.5 മിനിറ്റ് 9.25 മിനിറ്റ് വരെ ഞാൻ ചിലപ്പോൾ നോക്കിയിരുന്നിട്ടുണ്ടായിരിക്കും. പക്ഷേ 10ാമത്തെ മിനിറ്റ് ആയപ്പോൾ ചിലപ്പോൾ എൻ്റെ ശ്രദ്ധ തെറ്റിക്കാണും. കാരണം ആ സമയത്തായിരിക്കും ചിലപ്പോൾ ഞാൻ ഫോൺ കണ്ടത്, ആ വഴി ഞാൻ പോയി കാണും. ഈ ഇഡലി പാത്രത്തിനകത്തുള്ള വെള്ളം വറ്റി കരിയും കയറി പുകയടിച്ച് ആ ഇഡലിയുടെ ഒരു വശം കരിഞ്ഞു പോകുന്നതും വരെ ഇരുന്നു. അങ്ങനത്തെ അവസ്ഥയിലാണ് അമ്മ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതും പുള്ളിക്കാരി ഈ തീ ഓഫാക്കുന്നതും. അത് കഴിഞ്ഞ് കിട്ടിയ ബാക്കിയാണ് ഈ പകുതി കറുത്തതും പകുതി വെളുത്തതുമായിട്ടുള്ള നെയ്യപ്പവും ഇഡലിയും കൂടെ ചേർന്ന നെയ്യിഡലിന്നോ അങ്ങനെ വല്ലതും പറയാവുന്ന ഈ സാധനം കിട്ടുന്ന. പുള്ളിക്കാരി തിന്നടാ, നീ അങ്ങ് തിന്ന, നീയായിട്ട് ഉണ്ടാക്കി വെച്ചതാണല്ലോ, തിന്നടാ എന്ന് പറയുന്നു. ഞാൻ എങ്ങനെ തിന്നാൻ, ഞാൻ തിന്നാൻ പറ്റാതെ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അതിനും കൂടെ ചേർത്തുള്ള അടി അന്ന് കിട്ടി. പിന്നീട് ആലോചിക്കുമ്പോൾ ഒരു കണക്കിന് ഇഡലിയുടെ പേരിൽ ആ അടി കിട്ടിയത് നന്നായി. അതിന് പകരം മറ്റേ കേസ് അറിഞ്ഞിരുന്നെങ്കിൽ, ഏത് അപ്പനെ ഇങ്ങനെ ദാസാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന കേസ് വല്ലതും അറിഞ്ഞിരുന്നെങ്കിൽ പുള്ളിക്കാരി അന്ന് എന്നെ അടിച്ച് കുഴിച്ച് ഏതെങ്കിലും കുഴിയിലിട്ടേനെ. അന്നങ്ങനെ സംഭവിക്കാത്തതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ കഥ പറയാൻ എനിക്ക് പറ്റുന്നു. ഒന്നാലോചിച്ചാൽ ഇനിയിപ്പോൾ ഞാൻ പുള്ളിയുടെ അടുത്ത് ഇത് പറയുകയും ചെയ്തില്ല, അവർ പുള്ളിയെ കോണ്ടാക്റ്റും ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊരു വലിയ വിഷയമായിട്ട് മാറിയേനെ. ഇപ്പോൾ പറയുമ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ പറയുമെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് മനസ്സിലായി, പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് തന്നെ പറഞ്ഞില്ലെങ്കിൽ ചിലപ്പോൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ഭയങ്കരമായ സംഭവമാണിത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടെ ചില കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റാതെ നമ്മൾ സ്റ്റക്കായി പോകുന്ന ചില സാഹചര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സംഭവിക്കുന്നത് ചിലപ്പോൾ മരണ വീടുകളിലാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഓർമ്മയുണ്ട്, ഒരു മരണ വീട്ടിലെ ഓർമ്മ. അവിടെ ചിരിക്കണോ, കരയണോ, തല്ലണോ, ബഹളം വയ്ക്കണോ, ഓടണോ, മിണ്ടാതിരിക്കണോ, അതോ എന്ത് കാണിക്കണമെന്നറിയാൻ മേല ഞാൻ സ്റ്റക്കായി പോയി നിന്ന ഒരു സംഭവം. ആ സംഭവം ഇനി ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ പറയാം. സോ തൽക്കാലം ഞാൻ ഇപ്പോൾ പോയിട്ട് അടുത്ത പ്രാവശ്യം ആ മരണ വീട്ടിലെ കഥയായിട്ട് വരാം. സോ ടിൽ വി മീറ്റ് അഗെയിൻ, ദിസ് ഈസ് യുവർ നെയ്ബർ മല്ലു, RJ Sharon, സൈനിങ് ഓഫ്.